നിന്നെ ഒരുപാട് സ്നേഹിച്ച ഒരാൾ നിന്നെ വിട്ടുപോയി അല്ലേ? 1000 പ്രതീക്ഷകളുമായി സ്വപ്നം കണ്ടു. ഒരു ദിവസം എല്ലാം തകർന്നുപോയി. അതിന്റെ വേദന പറയാൻ വാക്കുകളില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. അവൻ പോയതിൽ നീ തകർന്നു പോകേണ്ടതില്ല. നീ പുത്തനായി പിറവിയെടുക്കേണ്ടതുണ്ട്. ആ ഒരിടവേള നീ സഹിച്ചത് നിനക്കു മാത്രം അറിയാം. രാത്രിയിൽ ഇരുണ്ട കണ്ണുനീർ, പിന്നെ അതുപോലുള്ള കള്ളപ്പുഞ്ചിരികൾ. കുറച്ചു ദിവസം ജീവിതം തന്നെ തോൽവിയായെന്നു തോന്നാം. ഞാൻ പോരാ, എന്നെ മാറ്റാനാവില്ല, ഞാൻ എന്തിനാണ് ഇനിയുള്ളത് എന്നതൊക്കെ നിന്റെ ഉള്ളിൽ ചർച്ചയാകും. എന്നാൽ അതെല്ലാം ഭാവങ്ങളാണ്, സത്യങ്ങളല്ല. ബ്രേക്കപ്പ് എന്നത് ജീവിതം അവസാനിക്കുന്നു എന്നതിന്റെ അടയാളമല്ല. അതൊരു ചാപ്റ്റർ മാത്രമാണ്. അവൻ പോയത് അവന്റെ തീരുമാനമായിരിക്കും. പക്ഷെ നീ തളരുന്നത് ഒരു തെറ്റായ പ്രതികരണമാണ്, തീരുമാനമാണ്. ഇപ്പോൾ നീ കിടക്കയിൽ കിടന്ന് കരയുമ്പോഴും ഈ വേദനയാണ് നിനക്ക് ശക്തിയാകുന്നത്. ഒരു ദിവസം നീ പിറകോട്ട് നോക്കുമ്പോൾ അതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തെ ഞാനാകുമായിരുന്നില്ല എന്ന് തോന്നും. ഇത് നിനക്ക് സ്വന്തം മൂല്യവും ലക്ഷ്യവും തിരിച്ചറിയാനുള്ള അവസരമാണ്. അവനെ നഷ്ടപ്പെട്ടു, നീ തകർന്നില്ല. പക്ഷെ നിനക്ക് നഷ്ടപ്പെട്ടത് നിന്നെ തന്നെയാണ്. അത് തിരിച്ചുപിടിക്കണം എന്നതായിരിക്കണം നിന്റെ ലക്ഷ്യം. ഒരിക്കൽ നീയായി ജീവിക്കാൻ തുടങ്ങിയാൽ അവനെയും അതിനേക്കാൾ നല്ലവരെയും നഷ്ടപ്പെട്ടതല്ല, രക്ഷപ്പെട്ടതാണെന്ന് തോന്നും. നിനക്കു മുന്നിൽ ഇനി വളരാൻ, തിളങ്ങാൻ, പുതിയതൊരുക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ബ്രേക്കപ്പ് ആണ് എന്നതുകൊണ്ടല്ല, ബ്രേക്ക് അപ്പ് എന്ന് തന്നെ വായിക്കൂ. പിഴവുകൾ മുകളിലേക്ക് ഉയരുക എന്നർത്ഥത്തിൽ. നിന്റെ പാടുകൾ പിണക്കങ്ങളാകരുത്. നിന്റെ പാടുകൾ അതിന്റെ ഓരോ രേഖയിലും സാഹസികതയും വീരതയും എഴുതിയിരിക്കട്ടെ. പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ നിന്റെ നിലപാടുകൾ. ഈ വഴിയിൽ നിന്നാണ് നീ പുനരുജ്ജീവിക്കേണ്ടത്. നിനക്ക് കഷ്ടമായിരിക്കും, പക്ഷെ കഷ്ടമായ വഴി തന്നെയാണ് വിജയത്തിലേക്കുള്ള ഏക വഴി. പിന്നെ ഒരിക്കൽ നീ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അവൻ ആരാണെന്നു പോലും നിനക്ക് ഓർക്കേണ്ടി വരില്ല. ബ്രേക്കപ്പ് തകർച്ചയാണെന്ന് ലോകം പറയും. പക്ഷേ ഇനി മുതൽ നീ ജീവിക്കുന്നത് അവന് വേണ്ടിയല്ല, നിനക്കായി. നീ ആരാണെന്ന് ലോകം അറിയിക്കുന്നതിനായി. വേദനയിൽ നിന്ന് ശക്തിയിലേക്ക് നീങ്ങുക. അതാണ് നിന്റെ പ്രതികാരം. നന്ദി.